നമസ്കാരം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിതുര സ്വദേശിയായിട്ടുള്ള അനൂപ് എന്ന ചെറുപ്പക്കാരനെയും പെൺസുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊരു സംഭവം പുറത്തു വന്നിരുന്നു. വീട്ടിലുള്ള അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി എത്തിയ ഈ പെൺസുഹൃത്തുമായിട്ട് ഈ പയ്യൻ ലഹരി ഉപയോഗിക്കുന്നത് അമ്മ ശ്രദ്ധിക്കുന്നു എന്നും അതിന്റെ പേരിലുണ്ടായ വഴക്കിനെ തുടർന്ന് ഈ അമ്മയെ ഈ മകനും പെൺസുഹൃത്തും ചേർന്ന് ഉപദ്രവിച്ചു എന്നതൊക്കെ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ വാർത്ത ആളുകളിലേക്ക് എത്തുന്നത്. ഇവിടെയുള്ള നാട്ടുകാർ തന്നെ ഇതിൽ ഇടപെടുകയും പോലീസിൽ ഈ ഒരു വിവരം എത്തിക്കുകയായിരുന്നു. ഈ യുവാവ് ലഹരി ഉപയോഗിച്ചു എന്നും ഇതിന് ഈ പെൺകുട്ടിയും കൂട്ടുണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇതുമായി പുറത്തു വന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇവിടുത്തെ അയൽവാസിയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള ഈ ചേട്ടൻ തന്നെ നമ്മളോട് വ്യക്തമാക്കുകയാണ്. ചേട്ടാ, ശരിക്കും എന്താണെന്ന് വൈകുന്നേരം ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചൊരു 2:30 മണിയോടുകൂടി രാവിലെ മുതലേ പ്രശ്നങ്ങളാണ്. അപ്പോൾ അടുത്തുള്ള ആൾക്കാരെല്ലാം ഞാൻ ഇവിടെ കടയിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്നെ വിളിച്ച് സംസാരിച്ച്, അങ്ങനെ ഞാൻ ഇതിൻ്റെ സ്റ്റേഷനിൽ വിളിച്ച് സർക്കിളിട്ട് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോലീസ് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലാണ് മേമല. അപ്പോൾ എന്താണ് വിഷയമെന്ന് കേട്ടപ്പോൾ അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞ് കുടുംബ പ്രശ്നമല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ല, കുടുംബ പ്രശ്നമാണ്, പക്ഷേ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് അതിൻ്റെ ഇടപെടൽ. പിന്നെ അങ്ങനെ അടുത്തുള്ളവർ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിളിച്ചത്. പിന്നെ അങ്ങനെ ഞാൻ ലഹരിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചു. അന്ന് തന്നെ പോലീസ് എത്തി, അടുത്തുള്ള ആൾക്കാർ അത് മാസ് പെറ്റീഷനായിട്ട് തയ്യാറാക്കി സ്റ്റേഷനിൽ കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് വലിയ അന്വേഷണത്തിലാണ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തത്. പിന്നെ ഈ പ്രശ്നങ്ങൾ ഇവിടെ ഏകദേശം ഒരു വർഷത്തോളം, ഒരു 6-7 മാസം കൊണ്ട് ഇങ്ങനെ ഇവിടെ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ മകൻ അമ്മയെ അടിക്കുന്നു, അമ്മയെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കുന്നു, അടുത്തൊരു വീട്ടിൽ അഭയം കൊടുക്കുന്നു. അങ്ങനെ ഏകദേശം ഒരു മാസത്തോളം അവർ അടുത്തൊരു വീട്ടിലാണ് താമസം തന്നെ. ഇപ്പൊ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ അവരിവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും. പിന്നെ എന്നെക്കാൾ കൂടുതൽ എത്തിക്കൂടെയൊക്കെ അറിയാൻ ഇവരൊക്കെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ അവരോട് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാവും. ഈ പ്രദേശത്ത് ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ലാതിരുന്നു. ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഈ വ്യാജമദ്യം ഉണ്ടായിരുന്നു, അതെല്ലാം പൂർണ്ണമായിട്ട് നിർത്തലാക്കി 10-15 വർഷം കൊണ്ട് നമ്മുടെ മേമല എന്ന് പറയുന്ന ഈ വാർഡ് അല്ലെങ്കിൽ പ്രദേശം വളരെ സന്തോഷത്തിൽ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോൾ ഏകദേശം ഒരു 1-2 വർഷം കൊണ്ട് ഈ കഞ്ചാവ് അങ്ങനെ മുതലായ ഒരുപാട് സാധനങ്ങൾ ഈ പ്രദേശത്ത് സുലഭമായിട്ട് ലഭിക്കാറുണ്ടെന്നാണ് വിവരം. ഇവിടെ നിന്നാണ് അത് ബൾക്കായിട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. സ്റ്റേഷനിൽ നിന്നൊക്കെയുള്ള അറിവാണ്. പിന്നെ പുറത്തുള്ള ഒരുപാട് ആൾക്കാർ, ഏകദേശം 18-നും 30-നും ഇടയ്ക്കുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കവരെ നിരീക്ഷിക്കാന്ന് വെച്ചാൽ എല്ലാവരും ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരാണ്, കൂട്ടത്തോടെ താമസിക്കുന്നവരല്ല. അപ്പോൾ മറ്റുള്ളവരുടെ ഉപദ്രവം പേടിച്ചിട്ടായിരിക്കും അത് പ്രതികരിക്കാത്തതെന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ ഇവിടെ അടുത്ത് ഒരു പൊതുപ്രവർത്തകരാണ്. അപ്പോൾ ഈ ജംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും ഉള്ള ആളാണ്. അപ്പോൾ ഇത് വർഷങ്ങളോടെ നമുക്കിത് അറിയാമെന്നുള്ളതാണ്. ഈ അനൂപ് ഇത്തരത്തില് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് അങ്ങനെ എന്തെങ്കിലും സൂചന? അനൂപ് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 വർഷത്തോളാവും. കാര്യം അയാളെ കുറിച്ചുള്ള പരാതികൾ, ബൈക്ക് മോഷണം അങ്ങനെയുള്ള ഒരുപാട് പരാതികൾ നേരത്തെ കിട്ടിയിട്ടുണ്ട്. അത് സ്റ്റേഷനിൽ തന്നെ 3-4-5 കേസും ഉണ്ടാവും. അപ്പോൾ നേരത്തെ എല്ലാവർക്കും സംശയമുള്ള കാര്യമായിരുന്നു. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ് ഒരുപാട് പേര് ഇവിടെ വന്നു പോകുന്നത്. അങ്ങനെയുള്ള വിവരങ്ങളാണ് നമുക്കറിയാമെന്നുള്ളത്. ഈ അനൂപ് അമ്മയെ തല്ലി എന്നതിന്റെ പേരിലാണല്ലോ പോലീസ്? അതെ, അത് ഒരു പ്രാവശ്യമല്ല, 2-3 തവണ ആയത്. അവരിത് പുറത്ത് ആരോടും പറയാതിരുന്നു. അപ്പോൾ അങ്ങനെ ആരും ഇടപെട്ടില്ല. ലാസ്റ്റിൽ അവർക്ക് ജീവനിൽ തന്നെ ഭീഷണി ഉണ്ടാവുമെന്ന് കണ്ടെത്തിയ സമയത്താണ് ഇങ്ങനെ മറ്റുള്ള നാട്ടുകാരെല്ലാം ബന്ധപ്പെട്ട് ഇങ്ങനെ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായത്. കേസിന് ശേഷം എന്താണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണ നടപടി? പോലീസ് ഇവിടെ വന്നത് നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത്. ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയില്ല. അവരിന്നലെ സ്റ്റേഷനിൽ പോയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. മറ്റുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അനൂപിന്റെ കൂടെ ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവരും കൂടെ ചേർന്നിട്ടാണ് ഈ അമ്മേനെ ഉപദ്രവിച്ചത്. ആ പെൺകുട്ടി ഞങ്ങൾ ഇവിടെ കാണാൻ തുടങ്ങിയത് ഏകദേശം ഒരു 2 മാസത്തോളം ആവുള്ളൂ. 2-3 മാസം. ഈ പയ്യൻ വിവാഹം കഴിച്ചതെന്ന് പറയുന്നു. അപ്പൊ ഈ അനൂപിന്റെ അമ്മയാണ് എന്നോട് പറഞ്ഞത് ഇപ്പൊ അവര് വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ പെങ്കൊച്ചും ലഹരിക്ക് അടിമയാണ്. അപ്പൊ എന്തെങ്കിലും അതിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് വന്ന് നേരിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഈ അനൂപിന്റെ അച്ഛൻ ഈ അമ്മയായിട്ട് ഡെയിലി സംസാരവും വഴക്കും ബഹളമൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ പേരിലായിരിക്കും എന്നാണ് ആദ്യം എല്ലാവരും കരുതിയത്. പിന്നീട് അവർക്ക് ഉപദ്രവം തുടങ്ങിയതിന് ശേഷമാണ് പുറത്തെല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് അവരടുത്തൊരു വീട്ടിൽ പോയി താമസമായതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പെൺകുട്ടിയുടെ വീട് എവിടെയാണ്? പെൺകുട്ടിയുടെ വീട് ഞാൻ കടയിലേക്കപ്പോൾ അവിടെ സാധനം വാങ്ങാൻ വരാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് പത്തനംതിട്ടയാണെന്നാണ് പറഞ്ഞത്. പത്തനംതിട്ടയാണ്. പിന്നെ പേരെന്തോ പറഞ്ഞു, ഒരു പേരും പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. പെൺകുട്ടി ആരാണ് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നു? പെൺകുട്ടി അയാൾ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അനൂപിന്റെ അച്ഛനും അനൂപൊക്കെ പറയുന്നത് പെൺകുട്ടി വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്
ആധികാരികമായിട്ട് ശരിയാണോ എന്ന് അറിയത്തില്ല. ഈ അമ്മ എന്താ പറയുന്നത്? അമ്മ പറയുന്നത് ഇവരെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല, കാര്യം അത് അവരുടെ സ്വഭാവം അത്ര നല്ലതല്ല എന്നാണ് അവർ നേരത്തെ പറയുന്നത്. ഞാൻ ഈ പ്രശ്നം നടക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ഒരു അയൽവാസിയാണ്. ഇവിടെ നിരന്തരം രാത്രി സമയങ്ങളിൽ പയ്യന്മാർ ഇങ്ങനെ വന്ന് പോകാറുണ്ട്. അത് ചോദ്യം ചെയ്യുകയുണ്ടായി. ചോദ്യം ചെയ്തപ്പോൾ അത് മനസ്സിലാക്കുന്നത് ഇവിടെ ലഹരി പരമായ കാര്യങ്ങളുണ്ടോ എന്നാണ്. പോലീസ് വന്നിട്ടും അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല സാധനം, കാരണം അതിൻ്റെ സാമ്പിളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നാട്ടുകാരായ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി വിതിര പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുക്കുകയുണ്ടായി. പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്നു. പോലീസ് വന്നപ്പോഴും ഇവർ പറയുന്നത് ആ അമ്മയെ അകത്ത് കയറ്റണം, വീട്ടിൽ കയറ്റി താമസിപ്പിക്കണം എന്നാണ്. പക്ഷേ വീട്ടിൽ കയറാൻ അവർ സന്നദ്ധരല്ല. കാരണം അവിടെ അവർക്ക് ജീവൻ ഭീഷണി ഉള്ളതിൻ്റെ കാരണത്താൽ അവർ വീട്ടിൽ കയറാൻ തയ്യാറല്ല. അപ്പോൾ അങ്ങനെ ഇന്നലെ വക്കീലിനെ കണ്ടു. പോലീസ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു മാസ്റ്റർ പെറ്റീഷൻ മാസ്റ്റർ പൊട്ടേഷൻ വാങ്ങിക്കൊടുക്കാനാണ് പറയുന്നത്. അത് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ കയറ്റാം എന്നുള്ള ഇതിലാണ് അവസാനം പോലീസ് പിരിഞ്ഞത്. അപ്പോൾ ഈ പൊട്ടേഷന് വേണ്ടി ഇന്ന് അവർ പോയിട്ടുണ്ട്. അവർ പോയി വക്കീലിനെ കണ്ട് അതിൻ്റെ നടപടികൾ വരും. അതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുവരെ ആ അമ്മയെ നമ്മുടെ അടുത്തുള്ള ഒരു വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ഈ അനൂപ് എന്നുള്ള പയ്യനും ഈ സ്ത്രീയും എത്ര കാലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങി? ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മാസമായിട്ടുള്ളൂ. ഞങ്ങൾ തിരക്കുകണ്ടായി, ഇങ്ങനെ കല്യാണം കഴിഞ്ഞതാണോ, എന്തെങ്കിലും രേഖയുണ്ടോ. യാതൊരു വിധ കല്യാണം കഴിഞ്ഞതിൻ്റെ ഒരു രേഖയും കയ്യിലില്ല. ഒരു ആധാർ കാർഡോ അങ്ങനെയുള്ള ഒരു രേഖയും കൈവശമില്ല. ഇവിടെ പത്തനംതിട്ട എന്ന് പറയുന്നതേ ഉള്ളൂ, പക്ഷെ അതും അറിയില്ല. സംഗീത ദാസ് എന്നാണ് പെണ്ണിന്റെ പേര്. പെണ്ണിന്റെ പേര് തന്നെ അറിയില്ല. നമ്മളിപ്പോൾ 2 മാസമായിട്ട് ഇവിടെ വന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ തിരക്കാറില്ല. നമ്മൾ കൂടുതൽ ഇടപെടാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഇവിടെ ആൺകുട്ടികൾ ഒരുപാട് വന്നു പോകുന്നുണ്ട്. അത് അയൽവക്കത്തുള്ള മറ്റു കുട്ടികൾക്കും ദോഷം ചെയ്യും എന്നുള്ളതിന്റെ പേരിലാണ് നമ്മൾ ഇടപെട്ടതും പോലീസിനെ അറിയിച്ചത്. നാട്ടുകാർക്ക് ഇത് തന്നെയാണ് ശല്യം എന്ന് പറഞ്ഞാൽ, മറ്റുള്ള കുട്ടികൾ കൂടി ഇതിലോട്ട് ബാധിക്കാതിരിക്കാൻ വേണ്ടി തുടക്കത്തിലെ നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് ഇത് പ്രശ്നമായി മാറും. ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ലഹരി അയൽവാസി കല്ല് എന്ന് പറഞ്ഞാൽ ബഹളം മാത്രമേ ഉള്ളൂ, അല്ലാതെ രീതിയിലുള്ള ശല്യം അല്ലാതെ. പക്ഷെ അത് ശല്യമായി മാറും അത് പിന്നീട്. എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങിയാണ് ഇവിടെ. അതുകൊണ്ട് പിന്നെ 2 ദിവസം മുമ്പ് വേറൊരു പെൺകൊച്ചിനെ ഈ വീട്ടിനകത്ത് നിന്ന് കണ്ടുകിട്ടി. ആ കൊച്ചു ഇവിടെ ആനപ്പാറയുള്ള എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു രേഖയില്ല. പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് സാന്നിധ്യത്തിൽ തന്നെയാണ് ഇറക്കി ആട്ട പിടിച്ച് വിട്ടത്. ഈ വീട്ടില് 2 ഇരട്ട സഹോദരങ്ങളാണ്. പിന്നെ ഇപ്പോൾ ഉള്ളത് അച്ഛനും ഒരു സഹോദരനേ ഉള്ളൂ. മറ്റേ 2 പേരും പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 2 പേരും ഒരേപോലെയാണോ? ഇപ്പൊ ഇളയ ചെറുക്കൻ്റെ പേരിൽ വലിയ ഇതില്ല, കുഴപ്പമില്ലാതെ പോവുകയാണ്. പിന്നെ അവനും കൂടെ ഇതിന്റെ കൂടെ കൂടുമ്പം പിന്നെ അവനും ഇതിന്റെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. അനൂപിന്റെ പേരിൽ ഇതിനു മുമ്പ് ഒരുപാട് കേസുകൾ അനൂപിന്റെ പേരിൽ ഇതിനു മുമ്പ് കേസുകളുണ്ട്. ബൈക്ക് മോഷണം ഇങ്ങനെയുള്ള കേസുകൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വരാറില്ല. പിന്നെ അടുത്ത കാലത്താണ് ഈ പെൺസുഹൃത്തിനെ കൊണ്ട് ഇവിടെ വന്നത്. പെൺസുഹൃത്തിനെ കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്തു, എന്താണ് രേഖയൊന്നുമില്ല, ഇപ്പോഴത്തെ നിയമത്തിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ അമ്മയുടെ ഒരു 15 പവനോളം ഉരുപ്പടി ഈ വീട്ടിലുണ്ടായിരുന്നു. അത് ഈ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ഇതിനു മുമ്പേ മോഷണം പോയി. അങ്ങനെ പരാതി കൊടുത്തു. കുറച്ച് തിരിച്ചു കിട്ടി, കുറച്ച് നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ വിഷമത്തിലാണ് ഇത്രയും പ്രശ്നമാവാനും കാര്യം. 15 പവനോളം മോഷണം പോയെന്ന് പറഞ്ഞപ്പോഴേ അവർ സമനില തെറ്റിപ്പോയി. അതിൽ ഈ മകനും കൂടെ ഉണ്ടോ എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഈ മകനെ ഇവിടെ നിന്ന് ഇറക്കി വിടണം, മകനെ ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ മകനും ആ പെൺസുഹൃത്തും കൂടെ ഈ അമ്മയെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. ഒരു വട്ടാൽ പലതവണ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഞങ്ങൾ അയൽവക്കക്കാർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഞങ്ങൾ മൊത്തം നാട്ടുകാരോട് സംഘടിക്കേണ്ട അവസ്ഥ വന്നത്. 3 മാസം എന്ന് പറഞ്ഞ് വന്ന പെൺകുട്ടി അമ്മ ഉപദ്രവിച്ചു. പെൺകുട്ടിയും മകനും, മൂത്ത മകനും കണ്ടായിരുന്നോ? നമ്മൾ കാണുന്ന, ഞങ്ങളിവിടെ കാണുന്നതാണല്ലോ. കല്ലെടുത്തെറിയക്കവും റോഡിലോട്ട് വലിച്ചെറിയക്കവും അങ്ങനെ സ്ഥിരം കാണുന്നതാണ്. ഈ അനൂപിനെ തിരക്കിയിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത്തരത്തിൽ വരുന്ന ആളുകളെ ഈ നാട്ടിലുള്ള ആർക്കെങ്കിലും പരിചയമുള്ള ആൾക്കാരാണോ, അതോ? കുറച്ചു പേരൊക്കെ അയൽവക്കങ്ങളാണ്, കുറച്ച് ദൂരം നിന്നൊക്കെ വരുന്നതാണ്. അല്ല ഈ പരിസരത്തുള്ള ആരുമില്ല. ഇവിടെ നിന്ന് 1-2 കിലോമീറ്റർ ദൂരം, 3-4-5 കിലോമീറ്റർ ദൂരം അങ്ങനെയുള്ള ഡിസ്റ്റൻസിൽ നിന്ന് വരുന്നവരാണ്. അനൂപിന് എവിടുന്നാണ് ഈ ലഹരി വസ്തുക്കൾ കിട്ടുന്നത്? അത് ഇന്നുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ പോലീസ് വന്നിട്ടും നമ്മളകത്തേക്ക് കയറി നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാതെ അവരെ അറസ്റ്റ് ചെയ്യാനും പറ്റില്ല എന്നാണ് പറയുന്നത്. അവർ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം കുറച്ച് രാത്രി കാലങ്ങൾ എടുക്കുന്നു, ഉപയോഗിക്കുന്നു. രാത്രി ഈ ഒരു വീടിന്റെ പുറകിലാണ് കേന്ദ്രീകരിക്കുന്നത്.